ഹലോ, ഇന്ന് 6ാമത്തെ ലെസനാണ്. ആദ്യത്തെ 5 ലെസൺസ് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കോമെൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കിൻ്റെ ഉത്തരങ്ങൾ ഇതാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം തരാം. കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചില ആൾക്കാർ ചില തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് പോവാം. പോയാലോ? പോകാമോ? പോകുമോ? പോയിക്കൂടെ? പോകുന്നുണ്ടോ? പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ പറയാം. കാരണം എന്താണെന്നറിയോ, ഇത് പറയാൻ വളരെ ചെറിയ സെൻറ്റൻസസ് മതി നമുക്ക്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ആകെ ഉള്ളത് ഓർത്ത് വെക്കാനായിരിക്കും. അപ്പോൾ കുറച്ച് റിവിഷൻ ചെയ്യുക, കുറച്ച് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുന്നൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ നിൽക്കും കേട്ടോ. അത്ര ബുദ്ധിമുട്ടുള്ളൊരു ലെസൺ അല്ല കേട്ടോ ഒന്ന്. അപ്പോൾ തുടങ്ങാം. ആദ്യം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്നൊരു കാര്യമാണ് അല്ലേ. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ പോവാം എന്ന് പറയില്ലേ. എങ്ങനെയാണ് പറയുക? സിമ്പിളാണ്. 2 വാക്കുകൾ പഠിച്ചാൽ മതി. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. പോവാം. ലെറ്റ്സ് ഗോ. ശരിക്കും പറഞ്ഞാൽ ഇത് 2 വാക്കുകളല്ല, ഇതിൽ 3 വാക്കുകളുണ്ട്. അതേതാ? ലെറ്റ് അസ് ഗോ ആണ് ലെറ്റ്സ് ഗോ. പക്ഷേ നമ്മൾ ഈ ലെറ്റ് അസ് ഗോ എന്ന് ഒരിക്കലും പറയാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലെറ്റ്സ് ഗോ എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമുക്ക് വീട്ടിൽ പോവാം. എങ്ങനെ പറയാം? ലെറ്റ്സ് ഗോ ഹോം. ലെറ്റ്സ് ഗോ ഹോം. ഈ ഹോമിൻ്റെ മുമ്പ് നമ്മൾ ടു ഹോം എന്നൊന്നും പറയണ്ട കേട്ടോ. നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ലെറ്റ്സ് ഗോ ഔട്ട്. അവിടെയും ടു ഒന്നും വേണ്ട. അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. ഹോം, ഔട്ട്, ഔട്ട്സൈഡ്, അപ്പ് സ്റ്റേഴ്സ്, മുകളിലത്തെ നില, ഡൗൺ സ്റ്റേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുടെ കൂടെ ഒന്നും ടു ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നടക്കാൻ പോവാം അങ്ങനെ പറയണമെങ്കിലോ? അപ്പോൾ ലെറ്റ്സ് ഗോ തന്നെയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഒന്ന് നടക്കാൻ പോവാം, അല്ലെങ്കിൽ ഒന്ന് നടന്നിട്ട് വരാം എന്നൊക്കെ പറയാം. ഇതുതന്നെ വേണമെങ്കിൽ ലെറ്റ്സ് ടേക്ക് എ വാക്ക് അങ്ങനെയും പറയാം കേട്ടോ. നമുക്കൊന്ന് നടക്കാം. ലെറ്റ്സ് ടേക്ക് എ വാക്ക്. നല്ലൊരു സിനിമ കളിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് സിനിമ കാണാൻ പോവാം. എങ്ങനെ പറയും? അപ്പോൾ ആദ്യം തന്നെ പോകുന്ന കാര്യം ലെറ്റ്സ് ഗോ എങ്ങോട്ടേക്ക്? ടു ദ സിനിമ. സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ തിയേറ്ററാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവെ നമ്മൾ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ ഫിലിം എന്നുള്ള അർത്ഥമല്ലേ. അങ്ങനെയാവാം, പക്ഷെ പൊതുവെ തിയേറ്റർ, ആ സിനിമ കളിക്കുന്ന സ്ഥലത്തിന് നമ്മൾ സിനിമ എന്ന് തന്നെയാണ് പറയാം. ലെറ്റ്സ് ഗോ ടു ദ സിനിമ. ഇന്ന് രാത്രി എന്ന് പറയാൻ ടുഡേ നൈറ്റ് അല്ല, ടു നൈറ്റ്. ലെറ്റ്സ് ഗോ ടു ദ സിനിമ ടു നൈറ്റ്. അപ്പോൾ ലെറ്റ്സ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? ആ വാക്കം കിട്ടാൽ മതി കേട്ടോ. നമുക്ക് നാളെ ഒന്ന് മീറ്റ് ചെയ്യാം. എന്നാ പറയാം? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മീറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ പറയാം? ഗോയ്ക്ക് പകരം എന്താ വരിക? മീറ്റ്. ഉണ്ടാക്കി നോക്കൂ. ലെറ്റ്സ് മീറ്റ് എന്നാണ് നാളെ, ടുമോറോ. ലെറ്റ്സ് മീറ്റ് ടുമോറോ. നാളെ നമുക്കൊന്ന് കാണാം. നമുക്കൊന്നുകൂടെ ശ്രമിക്കാം. പരീക്ഷ എഴുതിയിട്ട് ശരിയായില്ല, അടുത്ത മാസം നമുക്കൊന്നുകൂടെ എഴുതാം. നമുക്കൊന്നുകൂടെ ശ്രമിക്കാം. എങ്ങനെ പറയും? അപ്പോൾ എന്താ വേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ശ്രമിക്കുക, ട്രൈ. വീണ്ടും എന്ന് പറയാൻ എഗെയിൻ. അപ്പോൾ ലെറ്റ്സ് ട്രൈ അഗെയിൻ. ലെറ്റ്സ് ട്രൈ അഗെയിൻ. ഒന്നുകൂടെ നമുക്ക് ശ്രമിക്കാം. നമുക്ക് ഇവിടെ കാത്തു നിൽക്കാം. എങ്ങനെ പറയും? കാത്തു നിൽക്കുക, വെയിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയാൻ ഹിയർ. അപ്പോൾ എങ്ങനെ പറയും? ലെറ്റ്സ് വെയിറ്റ് ഹിയർ. ലെറ്റ്സ് വെയിറ്റ് ഹിയർ. നമുക്ക് ഇവിടെ കാത്തു നിൽക്കാം. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. പഠിക്കുക എന്ന് പറയാൻ ലേൺ അല്ലെങ്കിൽ സ്റ്റഡി. എങ്ങനെ പറയുക? നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇപ്പോൾ അത്? ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ്. അടുത്തത് പോയാലോ. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നമുക്ക് പോവാം എന്നുള്ള അർത്ഥം. അപ്പോൾ നമ്മൾ പോവാം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഭയങ്കരമായിട്ട് എടാ പോടാന്നുള്ള ബന്ധമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് പോവാം എന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പം നമ്മൾ ഒരു ഓഫീസിലെ നമ്മുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരുണ്ട്. അയാളുടെ അടുത്തൊക്കെ പോവാം എന്നൊന്നും പറയാറില്ലല്ലോ. അങ്ങനെ പറയരുത്. എന്നാൽ ആ പറയുന്നത് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നമ്മൾ പോയാലോ അതൊന്നും ചോദിക്കില്ലേ. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഷാൽ വെച്ചാണ് നമ്മൾ പറയാം. അപ്പോൾ എങ്ങനെ പറയാം? ഷാൽ വി ഗോ. നമുക്ക് പോയാലോ. ഷാൽ വി ഗോ. സിമ്പിൾ അല്ലേ? ഷാൽ വി ഗോ. നമുക്ക് വീട്ടിലേക്ക് പോയാലോ. എങ്ങനെ പറയാം? ഷാൽ വി ഗോ ഹോം. ഷാൽ വി ഗോ ഹോം. വീട്ടിലേക്ക് പോയാലോ. നമുക്കൊന്ന് നടക്കാൻ പോയാലോ. ഷാൽ വി ഗോ ഫോർ എ വാക്ക്. ഷാൽ വി ഗോ ഫോർ എ വാക്ക്? ഇരുന്ന് വളരെ ബോറടിച്ചു എന്ന് തോന്നുന്നുണ്ടല്ലോ.
നിന്ന് നടക്കാൻ പോയാലോ? അപ്പോൾ നമ്മൾ ആൾക്ക് അത് ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ഒക്കെ ആണെന്ന് എനിക്കറിയാം, ബാ പോവാം എന്നുള്ളൊരു ഇതാണ്. അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ബാ ഓക്കെ ആവും എന്നുള്ള നമ്മുടെ ആ ഒരു ഫ്രീഡം കാണിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അയാൾക്കതിൽ വിരോധമില്ലല്ലോ എന്നുള്ളൊരു കാര്യം കൂടെ ആ ഷാൽ വി ഉപയോഗിക്കുമ്പോൾ വരും കേട്ടോ. ഷാൽ വി ഗോ ഫോർ എ വാക്ക്. അതിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോടെ ഉപയോഗിക്കുന്നതെന്ന്. ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനോട് തന്നെ ആയിരിക്കാം, പക്ഷെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ നമുക്ക് അത്രയും ബന്ധമുണ്ടെങ്കിലും നീ ഓക്കെ ആണോ ഒരു നടന്നിട്ട് വരാൻ എന്ന് ചോദിക്കണമെങ്കിൽ ഷാൽ വി ഗോ ഫോർ എ വാക്ക്. നീ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അങ്ങനെ ഒരു രീതിയിലാണ് ആ ഷാൽ വി. പക്ഷെ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് അതെന്താടാ, വാടാ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. മനസ്സിലായോ? ആ വികാരം ഉൾക്കൊണ്ട് ഞാൻ എപ്പോഴും പറയണം, നമ്മളൊരു വികാര ജീവിയാവണം. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ചെയ്തിരുന്നു, നമ്മൾ വികാരത്തോടു കൂടിയാണ് പറയുന്നത്. സത്യമായിട്ടും വികാരത്തോടു കൂടി പഠിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഈ വികാരം ഉൾക്കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസസ് ഓർമ്മയിൽ നിൽക്കും. ഞാൻ വെറുതെ പറഞ്ഞല്ല, വികാരം ഉൾക്കൊണ്ട് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ വികാരത്തോടു കൂടി ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും റെഡിയല്ലേ? മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാലോ? എങ്ങനെ പറയും? ഷാൽ വി എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് എന്ത്? ദ മീറ്റിംഗ്. ഷാൽ വി സ്റ്റാർട്ട് ദ മീറ്റിംഗ്. എല്ലാവരും റെഡിയല്ലേ? മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഷാൽ വി സ്റ്റാർട്ട് ദ മീറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ലെറ്റ്സ് ആണോ ഷാൽ വി ആണോ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ കറക്റ്റായിട്ട് പറയണേ. നമ്മളൊരു സിനിമ കാണാൻ പോയി. ഇപ്പോൾ സിനിമ കഴിഞ്ഞു, അവസാനം പിന്നെ ഇങ്ങനെ എഴുതി കാണിക്കില്ലേ, ഓരോരോ സിനിമയിലെ ക്രെഡിറ്റ്സ് ഇങ്ങനെ എഴുതി കാണിക്കില്ലേ. അപ്പോൾ ചില ആൾക്കാർ ഇത് കാണാൻ നിൽക്കും, ചില ആൾക്കാർ അത് കാണാൻ നിൽക്കില്ല, അപ്പോഴേക്ക് എണീറ്റ് വീട്ടിലേക്ക് പോകാൻ നോക്കും അല്ലേ. അപ്പോൾ സിനിമ നമ്മളിങ്ങനെ കാണാനിരിക്കുകയാണ്, സിനിമ കഴിഞ്ഞു, അപ്പോൾ ക്രെഡിറ്റ്സ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അയാളോട് ലെറ്റ്സ് ഗോ എന്നാണോ പറയുക, ഷാൽ വി ഗോ എന്നാണോ പറയുക? അപ്പോൾ അയാളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷാൽ വി ഗോ അല്ലേ, ഇരിക്കണോ? ഷാൽ വി ഗോ, നമുക്ക് പോകണമെന്നുണ്ടേ. ഇത് നമ്മളെപ്പോലെ തന്നെ തല്ലിപ്പൊളിയാണ്. എങ്ങനെയാടാ പോടാ, വിശക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ കൂടെ ഇരിക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമ്മളെപ്പോലെ തല്ലിപ്പൊളിയാണെങ്കിൽ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. പക്ഷേ കൂടെ ഇരിക്കുന്നത് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ഒരാളാണ്, ഒരു പടത്തിന് നമ്മളെ കൂടെ വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് ഇനി അവസാനം വരെ ഇത് കാണണോ, ക്രെഡിറ്റ്സ് മുഴുവൻ കാണണമെങ്കിൽ നമ്മളും കൂടെ ഇരിക്കുക അല്ലേ. പക്ഷേ ഇനി ഇത് താല്പര്യമില്ല, ഞാൻ ഇരിക്കണമാണോ പോകാമെന്ന് ചോദിച്ചു നോക്കാം, ചിലപ്പോൾ വന്നാലോ. അതാണെങ്കിലോ ഷാൽ വി ഗോ എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ ഇത് ഇരിക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഷാൽ കുറച്ചുകൂടെ ഒരു പെർമിഷനോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ ഒക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കണം അല്ലേ. അപ്പോൾ ഷാൽ വി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഷാൽ വി മാത്രമല്ല ഷാൽ ഐ എന്നും ചോദിക്കാം. അത് എപ്പോഴാണ് ഷാലായി ഉപയോഗിക്കുക? ചില സമയത്ത് നമ്മൾ വളരെ വിനയാന്വിതനായി ചോദിക്കില്ലേ, ഞാൻ ജനൽ തുറക്കട്ടെ, ഭയങ്കരമായിട്ട് ഇങ്ങനെ കാക്കുണ്ട് ആൾ, ഞാൻ ജനൽ തുറക്കട്ടെ, നിങ്ങൾക്കൊരു സൗകര്യത്തിന് വേണ്ടി ഞാനത് ഓഫർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഓഫർ ചെയ്യുമ്പം ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ. വേർക്കുന്നുണ്ടല്ലോ അല്ലേ, ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ. മനസ്സിലായോ? ആ രീതിയിൽ നമുക്ക് ഷാൽ ഐ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരാളിങ്ങനെ ബോധം കെടാൻ പോകുന്നല്ലോ, തലകറങ്ങും, ഷാൽ ഐ കോൾ ദ ഡോക്ടർ, ഞാനൊന്ന് ഡോക്ടറെ വിളിക്കട്ടെ, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത് എനിക്ക് തോന്നുന്നുണ്ട്, ഷാൽ ഐ കോൾ എ ഡോക്ടർ. മനസ്സിലായോ? ഒരു ഓഫർ ചെയ്യുമ്പം, ഓഫർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഇനിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യട്ടെ എന്ന് പറയുമ്പം. ഈ ഷാൽ ഐ എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുമ്പോൾ മാത്രമല്ല, ഇപ്പം നമുക്ക് ഭയങ്കര ചൂടുക്കുണ്ട്, എനിക്കൊന്ന് ജനൽ തുറക്കണമെന്നുണ്ട്, അപ്പോൾ നമ്മളിങ്ങനെ ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ എന്ന് ചോദിക്കാം, എനിക്ക് ഭയങ്കരമായിട്ട് വേർക്കുന്നതാ, ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ, നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ ഞാൻ തുറക്കുന്നതിൽ എന്നല്ല, ആ പെർമിഷൻ ചോദിക്കുന്നതിന് നമ്മൾ ഷാൽ ഐ യൂസ് ചെയ്യും. ക്ലിയർ ആയോ? ഷാൽ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്താലോ അല്ലേ, പുറത്ത് പോയാലോ, സിനിമ കണ്ടാലോ, അങ്ങനെയൊക്കെ. ഓക്കെ, ഇനിയൊരു കാര്യം ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണം, ഷാൽ അസ്, ഷാൽ ഹി, ഷാൽ ഷീ ഇങ്ങനെയൊന്നും പറയില്ല. ഓക്കെ, ഷാൽ വിയും ഷാൽ ഐയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കും, ഒരു പെർമിഷൻ ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കും ഷാൽ ഐ ഗോ ഹോം അല്ലേ, ലേറ്റായി, ഷാൽ ഐ ഗോ ഹോം, ഞാൻ പൊക്കോട്ടെ, പെർമിഷൻ ചോദിക്കുകയാണേ. ഞാൻ പറഞ്ഞില്ലേ ഷാൽ ഐ എന്നുള്ളത് പെർമിഷനും ആവാം, അല്ലെങ്കിൽ ഒരു ഓഫർ, ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യട്ടെ എന്നും ആവാം. അപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കുക, 6 മണിയായി സാർ ഞാൻ പൊക്കോട്ടെ, ഷാൽ ഐ ഗോ ഹോം എന്ന് ചോദിക്കാം. അവൾ പാവം ആദ്യത്തെ ദിവസമാണ്, അതിന് വീട് അവിടെ 1 മണിക്കൂറുണ്ട് ബസ്സിൽ, പൊക്കോട്ടെ അവൾ എങ്ങനെ ചോദിക്കും? ഷാൽ ഷീ ഗോ ഹോം എന്ന് ചോദിക്കാൻ പറ്റില്ല. എങ്ങനെ ചോദിക്കും? അവിടെ ചോദിക്കണമെങ്കിൽ ക്യാൻ ഷീ ഗോ, അവൾക്ക് പോകാൻ പറ്റുമോ? ക്യാൻ നമുക്ക് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ക്യാൻ ഐ ഗോ എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റും. ക്യാൻ ഐ ഗോ, ക്യാൻ ഐ ലീവ് എന്നൊക്കെ ചോദിക്കാം. ഷാലും ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഷാൽ ഷീ എന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഷാൽ ഹി, ഷാൽ ദേ എന്നൊന്നും പറയാൻ പറ്റില്ല. ഷാൽ ഐയോ ഷാൽ വിയേ ഉള്ളൂ, ഓർത്ത് വയ്ക്കില്ലോ. അപ്പോൾ അവൾ പൊക്കോട്ടെ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ ഷീ ഗോ. ഓക്കെ,
പെർമിഷൻ ചോദിക്കുകയാണ് അവൾക്ക്. പോകാമോ അവൾക്ക് എന്നുള്ള അർത്ഥമാണ് ക്യാൻ ഷീ ഗോ. നമുക്കിപ്പോൾ പോകാമോ, ക്യാൻ വി ഗോ നൗ. നമ്മൾ എന്ന് പറയുമ്പോൾ വി അല്ലേ, ക്യാൻ വി ഗോ നൗ. മനസ്സിലായല്ലോ. അപ്പോൾ പെർമിഷൻ ചോദിക്കാൻ നമുക്ക് നമ്മുടെ കാര്യമാണെങ്കിൽ ഷാൽ ഉപയോഗിക്കാം. ഇനി വേറൊരാളുടെ ആണെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം. നമുക്കാണെങ്കിൽ ക്യാനും വേണമെങ്കിൽ ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഓക്കെ. പോയി കൂടെ എന്നാണെങ്കിലോ, അവൾക്ക് പോകാൻ പാടില്ല എന്നുണ്ടോ, പോയിക്കൂടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിലോ ക്യാനിന് പകരം കാൺട്ട്. കാൺ ഷീ ഗോ, അവൾക്ക് പൊക്കൂടെ, കാൺ ഷീ ഗോ അല്ലേ. നമുക്ക് പൊക്കൂടെ, കാൺട്ട് വി ഗോ ഓഫീസ് ട്രിപ്പ്. എങ്ങോട്ടേക്കാണ്? യൂറോപ്പിലേക്ക്. ഒരു മീറ്റിംഗ് നിങ്ങൾ പങ്കെടുക്കണം യൂറോപ്പിൽ. അപ്പോൾ ഞങ്ങൾക്ക് പൊക്കൂടെ, കാൺട്ട് വി ഗോ. അല്ലെങ്കിൽ അവൾക്ക് പൊക്കൂടെ, കാൺ ഷീ ഗോ. ചിലപ്പോൾ അതാവാം. കാൺ ഷീ ഗോ ചിലപ്പോൾ എങ്ങനെയായിരിക്കും, രാത്രിയിലൊരു പണിയുണ്ട് ഒരു സ്ഥലത്ത്, അപ്പോൾ നമുക്ക് പോകാൻ താല്പര്യമില്ല, അവൾക്ക് പൊക്കൂടെ, കാൺ ഷീ ഗോ. അവൾക്ക് പൊക്കൂടെ, അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്കൊക്കെ ഇത്ര പ്രായമായി, അവളൊക്കെ യങ്ങല്ലേ, പൊക്കൂടെ, കാൺ ഷീ ഗോ. അപ്പോൾ എന്തർത്ഥം വേണമെങ്കിലും ആവാം. പൊക്കൂടെ എന്നുള്ള അർത്ഥമാണ്. അവൾക്ക് പൊക്കൂടെ. ചിലപ്പം അവൾക്ക് പൊക്കൂടെ അങ്ങനെ ഒരു സിമ്പത്തറ്റിക് ആയിട്ട് നമുക്ക് ചോദിക്കാം, അവൾക്ക് പൊക്കൂടെ, പാവം, പോകുന്നതിൽ പ്രശ്നമുണ്ടോ, കാൺ ഷീ ഗോ. അല്ലെങ്കിൽ അവൾക്ക് പൊക്കൂടെ, അവൾ കുറേ ആയാലോടെ ഇരിക്കണു, കാൺ ഷീ ഗോ. അങ്ങനെ വരാം. അപ്പോൾ ആ വികാരം ഉൾക്കൊണ്ട് വേണം അർത്ഥം മനസ്സിലാക്കാൻ കേട്ടോ. അവർ പോകുമോ, അതെങ്ങനെ ചോദിക്കും? പോകുമോ എന്ന് പറയാൻ വില്ലാണ് യൂസ് ചെയ്യാം. അവർ പോകുമോ, നാളെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, വൈകുന്നേരം 6 മണിക്കാണ്, അവർ പോവുമോ, വിൽ ദേ ഗോ. വിൽ ഉപയോഗിച്ച് പറയാം, അവർ പോവുമോ. അവർ പോവുമോ എന്ന് പറയുമ്പം അവർക്ക് ഓക്കെ ആണോ ആ കാര്യം, വിൽ ദേ ഗോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അവർ പോകും എന്ന് പറയണമെങ്കിലോ വിൽ ദേ തിരിച്ചിടുക, ദേ വിൽ ഗോ. എളുപ്പമല്ലേ. അപ്പോൾ നമ്മളെന്താ പഠിച്ചത്? പോവാം എന്ന് പറയുമ്പം ലെറ്റ്സ് ഗോ അല്ലേ, വാ നമുക്ക് പോവാം, കം ലെറ്റ്സ് ഗോ. എനിക്ക് പോകാമോ എന്ന് ചോദിക്കണമെങ്കിൽ ഷൽ ഐ ഗോ. അവൾക്ക് പോകാമോ, ക്യാൻ ഷീ ഗോ. അവൾക്ക് പൊക്കൂടെ, കാൺട്ട് ഷീ ഗോ. അവൾ പോവോ, വിൽ ഷീ ഗോ അല്ലേ. ക്ലിയർ ആയത്? അവൾ പോകുമെന്ന് പറയാൻ ഷീ വിൽ ഗോ. ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ബുക്ക് ഒരാൾ, നിങ്ങളുടെ ഫ്രണ്ട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രണ്ടിന് വേണ്ടിയിട്ടില്ല, ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പോലും, അതൊരു പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പോൾ ആൾക്ക് ആ ബുക്ക് വേണം, ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. എന്നാൽ ശരി കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ കൊടുത്തു കഴിഞ്ഞ് ചോദിക്കാം നമ്മൾ, അവൾ എൻ്റെ ബുക്ക് തിരിച്ചു തരുമോ എന്ന് ചോദിക്കും. എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കാൻ വില്ല് വെച്ച് ചോദിക്കാം. അവൾ റിട്ടേൺ ചെയ്യുമോ എൻ്റെ ബുക്ക്, എങ്ങനെ പറയും? വിൽ ഷീ എന്ത് ചെയ്യോ, റിട്ടേൺ എന്ത്, എൻ്റെ പുസ്തകം, മൈ ബുക്ക്. വിൽ ഷീ റിട്ടേൺ മൈ ബുക്ക്. അവർ നേരത്തെ വരുമോ, എങ്ങനെ പറയും? എന്തെങ്കിലും ചെയ്യുമോ അല്ലേ, വരുമോ, റിട്ടേൺ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ വിൽ ദേ, അവർ വിൽ ദേ നേരത്തെ വരുമോ. വരിക എന്ന് പറയാൻ കം, നേരത്തെ, ഏർലി. വിൽ ദേ കം ഏർലി. ഓക്കെ, വിൽ ദേ കം ഏർലി. ഇത് മനസ്സിലായല്ലോ. ഈ വില്ല് പഠിക്കുമ്പം പലരും വിചാരിക്കുന്നതറിയോ, ഒരു കാര്യം ഇന്നൊരാൾ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും വില്ല് ഉപയോഗിക്കാമെന്നാണ്. അത് ശരിയാണ്, ചെയ്യുമോ എന്ന് ചോദിക്കാൻ വില്ല് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്, അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ പറയും? അവിടെ എന്താ വ്യത്യാസം? പോവുമെന്നല്ല, പോകുന്നുണ്ടോ എന്ന്. പോവുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പോവോ. പക്ഷേ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ പദ്ധതി എന്താണ്, പ്ലാൻ എന്താണെന്ന് അറിയണം. അപ്പോൾ എങ്ങനെ പറയും? അപ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ടെൻസിൽ വേണം ചോദിക്കാൻ. അവൾ പോകുന്നുണ്ടോ, ഇസ് ഷീ ഗോയിങ്, ഇസ് ഷീ ഗോയിങ് കേട്ടോ. മറ്റേതെങ്ങനെയായിരുന്നു? പോവുമോ എന്ന് ചോദിക്കാൻ വിൽ ഷീ ഗോ. അവൾക്ക് അതിനുള്ള സന്നദ്ധതയുണ്ടോ, വിൽ ഷീ ഗോ. അവൾ പോകുന്നുണ്ടോ, അവൾ എന്താ തീരുമാനിച്ചേക്കണേ, പോകുന്നുണ്ടോ, ഇസ് ഷീ ഗോയിങ്. അവൾ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ആവാട്ടോ. അവർ പോകുന്നുണ്ടോ, അവരെന്ന് പറയുമ്പം ദേയുടെ കൂടെ ആരാ വരിക, ആർ. ഹിയോ ഷീയോ ഇറ്റോ ആണെങ്കിൽ എസ് വെച്ച് പറയാം. യു, ദേ, വി അല്ലെങ്കിൽ പ്ലൂറലായിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ ആർ വെച്ചിട്ട് പറയാം. അവർ പോകുന്നുണ്ടോ, ആർ ദേ ഗോയിങ്. നീ പോകുന്നുണ്ടോ, ആർ യു ഗോയിങ്. ഓക്കെ. നമ്മൾ ഡിന്നർ കുക്ക് ചെയ്യുന്നുണ്ടോ, മണി 7 ഇപ്പോൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലേ 9 മണി ആകുമ്പോഴേക്കും വല്ലതും വായിൽ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടോ, അത് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണോ, അതാണ് ചോദിക്കണേ. എന്താ നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിക്കില്ലേ, അതറിയാം. ആർ വി കുക്കിംഗ് ഡിന്നർ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, കുക്കിംഗ് ING ഫോം വേണേ. ആർ വി എന്നൊക്കെ പറയുമ്പോൾ, ഇസ് ഷീ, ആർ വി എന്നൊക്കെ പറയുമ്പം വേർബ് ING ഫോമിൽ വേണേ. പലരും തെറ്റിക്കാറുണ്ട്. എത്ര വലിയ പുലിയാന്ന് പറഞ്ഞാലും ചില സമയത്ത് മറന്നു പോകും. അതുകൊണ്ട് ഇത് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടോ, ആർ വി കുക്കിംഗ് ഡിന്നർ
എന്നുവെച്ചാൽ നമ്മൾ പ്ലാൻ എന്താണെന്ന് അറിയണം. പ്ലാൻ അറിയണമെങ്കിൽ അപ്പം എസ്യോ ആർവിയോ ആ രീതിയിൽ വേണം സെൻറ്റൻസ് ഉണ്ടാക്കാൻ. എന്താ പ്ലാൻ? ഇന്ന് നമ്മൾ രാത്രി സിനിമ കാണുന്നുണ്ടോ? എങ്ങനെ പറയും? അപ്പോൾ നമ്മൾ പ്ലാൻ അറിയേണ്ടത്. പ്ലാൻ അറിയണമെങ്കിൽ അപ്പം എന്താ പറയുന്നത്? നമ്മൾ അപ്പോൾ ആർ വി കാണുക, വാച്ച് ING ഫോം, വാച്ചിങ് എന്ത് മൂവി. ഇന്ന് രാത്രി ആരെങ്കിലും ടുഡേ നൈറ്റ് എന്ന് പറഞ്ഞോ? ടുനൈറ്റ്. ആർ വി വാച്ചിങ് എ മൂവി ടുനൈറ്റ്? എന്താ നിങ്ങളുടെയൊക്കെ പ്ലാൻ? ആർ വി വാച്ചിങ് എ മൂവി ടുനൈറ്റ്? അവരിവിടെ നിൽക്കുകയാണോ? അങ്ങനെ അറിയാം. എന്താ അവരുടെ പ്ലാൻ? അവരിവിടെ നിൽക്കുന്നുണ്ടോ? ആർ ദേ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്യുക. സ്റ്റേയിങ് ഇവിടെ, ഹിയർ. ആർ ദേ സ്റ്റേയിങ് ഹിയർ? നമ്മുടെ കൂടെയാണ് അവർ നിൽക്കണേ. ആർ ദേ സ്റ്റേയിങ് ഹിയർ? അവരിവിടെ നിൽക്കുമോ? അങ്ങനെ ചോദിക്കണമെങ്കിലോ വിൽ ദേ സ്റ്റേ ഹിയർ? മനസ്സിലായോ? അതവരുടെ പദ്ധതിയല്ല. അവരിവിടെ നിൽക്കുമോ? അവർക്ക് ഇത്ര സൗകര്യങ്ങളൊക്കെ മതിയോ ഇന്? വിൽ ദേ സ്റ്റേ ഹിയർ? ഓക്കെ, നിൽക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അവരുടെ തീരുമാനിച്ച പദ്ധതിയാണ് നമുക്കറിയേണ്ടത്. ആർ ദേ സ്റ്റേയിങ് ഹിയർ കേട്ടോ. വിൽ ദേ സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ നിൽക്കുമോ? ഓക്കെ, ഇനിയിപ്പോൾ ഒരു സംശയം വരിക. ഇതേ സെൻറ്റൻസ് ഇതേപോലത്തെ ആർ ദേ കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോം നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്കും ചോദിക്കും. ഇപ്പോൾ പിള്ളേർ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നറിയണമെങ്കിൽ അവർ പുറത്ത് കളിക്കുകയാണോ? ആർ ദേ പ്ലേയിങ് ഔട്ട്സൈഡ്? ആർ ദേ പ്ലേയിങ് ഔട്ട്സൈഡ്? പുറത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അറിയാം ഇതിപ്പോൾ നാളെ അവർ നിൽക്കുമോ അല്ലെങ്കിൽ ഇപ്പം അവർ നിൽക്കുന്നുണ്ടോ എന്നാണെന്ന് എങ്ങനെയാണ് അറിയാം? അത് സെൻറ്റൻസിൽ മിക്കവാറുണ്ടാവും. അവർ നാളെ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? ആർ ദേ എന്ത് കളിക്കുക? പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ? നാളെ അവർ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? കണ്ടോ, ഒരേ സെൻറ്റൻസാണ്. നാളെന്ന് വന്നപ്പം നാളത്തെ കാര്യമായി. ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ? മറ്റേതെന്തായിരുന്നു? ആർ ദേ പ്ലേയിങ് ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പുറത്ത് കളിക്കണ്ടോ എന്നുള്ള ഒരു ഇതായി. അപ്പോൾ ആദ്യം പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവർ ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കണേ, അതായി. മനസ്സിലായോ? അപ്പോൾ ശരിക്കും ഇംഗ്ലീഷിൽ ഇങ്ങനത്തെ പല സെൻറ്റൻസുകളും കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം നിങ്ങൾക്ക് പഠിച്ച ഓർമ്മയുണ്ടോ? ഹി ഡിഡൻറ്റ് ഹാവ് ടു പേ. അതിന് 2 അർത്ഥങ്ങളുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? അത് ഞാൻ അവസാനം പറയാം. ഇതിൻ്റെ ഹോംവർക്കിൽ അങ്ങനത്തെ ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ടാകും, ഞാൻ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പല സെൻറ്റൻസുകൾക്കും 2 അർത്ഥം വരാം. അപ്പോൾ ഏതാണ് കറക്റ്റ് അർത്ഥം എന്നുള്ളത് സാഹചര്യം, കോണ്ടെക്സ്റ്റാണ് തീരുമാനിക്കുക. ഇനി പോയിട്ടുണ്ടാകും എങ്ങനെയാണ് പറയും? ഇത് പലരും ധരിക്കാൻ ചാൻസ് ഉണ്ട്. പോയിട്ടുണ്ടാകാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സാധ്യത പറയാണ്. അതെങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാ? അവൻ പോയിട്ടുണ്ടാകാം. ഹീ മൈറ്റ് ഹാവ് ഗോൺ. ഗോഡ് V3 ഗോൺ അല്ലേ? അത് പോയിട്ടുണ്ടാകാം, ഒരു സാധ്യത പറയുമ്പോൾ. അവൻ പോയിട്ടുണ്ടാകും അതെങ്ങനെ പറയും? ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് പറയാണ്, 10 മണിക്ക് അവൻ പൊതുവെ വീട്ടിലേക്ക് പോവാറുണ്ട്. അപ്പോൾ നാളെ ഒരു 11 മണിക്ക് വന്ന് അവനെ കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ 10 മണിയോടുകൂടി അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ പറയാം. 10 മണിയോടുകൂടി എന്ന് പറയാൻ ബൈ 10 o'clock, 10 മണിയോടുകൂടി അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും. ഹീ വിൽ ഹാവ് ഗോൺ ഹോം. ഹീ വിൽ ഹാവ് ഗോൺ ഹോം. അപ്പോൾ വിൽ ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇത്ര സമയത്തോടു കൂടി ഇന്നൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകും എന്ന് പറയാനാണ് വിൽ ഹാവ് വെച്ചിട്ട് പറയാം. വിൽ ഹാവ് V3 കേട്ടോ. ഹീ വിൽ ഹാവ് ഗോൺ ഹോം ബൈ 10 o'clock അങ്ങനെയും പറയാം. ഇപ്പം നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യല്ലേ? ഡിസംബർ ആകുമ്പോഴേക്കും ഈ കോഴ്സ് ഞാൻ തീർത്തിട്ടുണ്ടാവും. എങ്ങനെ പറയും? ബൈ December 2026 ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഈ കോഴ്സ് തീർത്തിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ കൂടെ ഐ വിൽ ഹാവ് തീർക്കുക, ഫിനിഷ്. അതിൻ്റെ V3 ഫിനിഷ്ഡ്. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് കോഴ്സ് അല്ലേ? ബൈ December 2026 ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് കോഴ്സ്. മനസ്സിലായോ? അടുത്തത്, നിങ്ങളൊരു സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചേക്കാം. അപ്പം വേറൊരു കുട്ടിയുണ്ട്, അവളോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാം, നീ അവിടെ എത്തുന്നതിന് മുമ്പ് അവൾ അവിടെ എത്തിയിട്ടുണ്ടാകും. അവൾ അവിടെ എത്തിയിട്ടുണ്ടാകും എങ്ങനെ പറയാം? നമ്മുടെ സബ്ജക്റ്റ് വിൽ ഹാവ് V3 അല്ലേ? ഷീ വിൽ ഹാവ് അറൈവ്ഡ്. അവൾ എത്തിയിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് അറൈവ്ഡ്. എന്തിനു മുമ്പ്? ബിഫോർ, നീ അവിടെ എത്തുന്നതിന് മുമ്പ്. ബിഫോർ യു റീച്ച് ദെയർ. നീ അവിടെ എത്തുക, യു റീച്ച് ദെയർ, അതിനു മുമ്പ്. ബിഫോർ യു റീച്ച് ദെയർ ഷീ വിൽ ഹാവ് അറൈവ്ഡ്. ഇതുപോലെ തന്നെ അതിന് നെഗറ്റീവും പറയാം. ഷീ വിൽ ഹാവ് അറൈവ്ഡിന് പകരം ഷീ വോണ്ട് ഹാവ് അറൈവ്ഡും പറയാം. ഉച്ചയ്ക്ക് മുമ്പ് അവളവിടെ എത്തിയിട്ടുണ്ടാകില്ല. അവൾക്ക് എത്താൻ പറ്റില്ല ഉച്ചയ്ക്ക് മുമ്പ്. അവളുടെ ഫ്ലൈറ്റ് 1 മണിക്കല്ല ലാൻഡ് ചെയ്യുക. പിന്നെ എങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് അവൾ എത്തുക? ഷീ വോണ്ട് ഹാവ് അറൈവ്ഡ് ബിഫോർ നൂൺ. ഉച്ചയ്ക്ക് മുമ്പ്. ഓക്കെ, മനസ്സിലായോ?
വിൽ ഹാവ് അറൈവ്ഡ് അല്ലെങ്കിൽ വോണ്ട് ഹാവ് അറൈവ്ഡ്, രണ്ട് രീതിയിൽ നമ്മൾ ഈ സെൻറ്റൻസിൽ ഉണ്ടാക്കാം. അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ആദ്യത്തെ എന്താ പറഞ്ഞത്? പോവാം. ലെറ്റ്സ് ഗോ. പോയാലോ? ഷാൽ വി ഗോ? പോകാമോ? ഷാൽ ഐ ഗോ? അവൾക്ക് പോകാമോ? ക്യാൻ ഷീ ഗോ? അവൾ പോകുമോ? വിൽ ഷീ ഗോ? അവൾ പോകുന്നുണ്ടോ? ഇസ് ഷീ ഗോയിങ്? അവൾ പോയിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് ഗോൺ അല്ലേ? അപ്പോൾ ഹോംവർക്കിൻ്റെ ചോദ്യങ്ങൾ തരട്ടെ. ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? അപ്പം അത് നമ്മുടെ ഒരു പ്ലാനാണ് അല്ലേ? ഓഗസ്റ്റ് 15 എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓണാഘോഷമാണ്, നമുക്ക് സ്കൂളിൽ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം ചിലവർ അതൊന്നും പോകില്ല. അപ്പോൾ നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ എന്നറിയണം. ഓക്കെ, നമുക്ക് ഉച്ചഭക്ഷണം എന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കാം. അതാണ് രണ്ടാമത്തെ. നമുക്ക് ലഞ്ച് കഴിക്കാം. ഞാൻ വാതിലടച്ചോട്ടെ. അതാണ് മൂന്നാമത്തെ. ഞാൻ വാതിലടച്ചോട്ടെ. 11 മണിയോടെ അവൻ കിടന്നിട്ടുണ്ടാകും. എങ്ങനെയാ? 11 മണിയോടെ, ബൈ 11 o'clock അവൻ കിടന്നിട്ടുണ്ടാകും. എങ്ങനെയുണ്ടാക്കുക? വിൽ ഹാവ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ V3. അപ്പം ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളെല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം. തെറ്റ് വരുത്തുമ്പോൾ കുഴപ്പമില്ല. ഈ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ തെറ്റുകൾ വരുത്തിയാലും കുഴപ്പമില്ല. തെറ്റുകൾ വരുമോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. തെറ്റുകൾ വരട്ടെ, അത് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴല്ലേ പഠിക്കുക കേട്ടോ. അതൊരു ധൈര്യത്തോടു കൂടി എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സായിട്ട് എടുത്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ 90 day കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സും ജോയിൻ ചെയ്യാം. 3 മാസം നമ്മൾ കാര്യങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയണമെന്നില്ല. ബേസിക്സ് അറിയാത്ത ആൾക്കാർക്കും ആ കോഴ്സ് എടുക്കാം. ഞാൻ കുറച്ച് ബേസിക്സ് അറിയാവുന്ന ആൾക്കാരോട് പോലും ബേസ് ലെവൽ മുതൽ തുടങ്ങാൻ പറയും. കാരണം നമുക്ക് ആ ബേസ് ലെവലിൽ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പഠിക്കാൻ പോയിട്ട് കാര്യമില്ല അല്ലേ? ബേസിക് സെൻറ്റൻസുകൾ നമ്മൾ തെറ്റുന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പറഞ്ഞാൽ അത് മുഴച്ചിരിക്കും ആ തെറ്റുകൾ. അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി. എൻ്റെ ഇമെയിൽ ID easyenglishwithvinny@gmail.com. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അവൻ യൂണിഫോം ധരിക്കേണ്ടതുണ്ടോ? അങ്ങനെ ചോദിക്കുക. ഷുഡ് ഹി വെയർ എ യൂണിഫോം എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡസ് ഹി ഹാവ് ടു വെയർ എ യൂണിഫോം? നിർബന്ധമാണോ, കമ്പൽസറി ആണോ എന്നറിയണമെങ്കിൽ ഡസ് ഹി ഹാവ് ടു, അത് ഉപയോഗിക്കണം നല്ലത്. ഡസ് ഹി ഹാവ് ടു വെയർ എ യൂണിഫോം? നീ 8 മണിയോടെ തയ്യാറാകണം. എങ്ങനെ പറയാം? യു ഷുഡ് ബി റെഡി ബൈ 8 അല്ലെങ്കിൽ യു മസ്റ്റ് ബി റെഡി ബൈ 8. ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരക്ക് കൂട്ടേണ്ടിയിരുന്നില്ല. ഇതെങ്ങനെ പറയും? ഇത് പലരും തെറ്റിച്ചിട്ടുണ്ട്. തിരക്ക് കൂട്ടുക എന്ന് പറയാൻ ടു റഷ്. അപ്പോൾ റഷ് ചെയ്യുക അതൊരു പ്രവൃത്തിയാണ്. നമുക്ക് കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയണമെങ്കിൽ വി ഡിഡിൻറ്റ് ഹാവ് ടു ഈറ്റ്. അവിടെ ഈറ്റ് അല്ലേ വേർബ്, അതുമാതിരി തന്നെയാണ് റഷ്. വി ഡിഡിൻറ്റ് ഹാവ് ടു റഷ്. ഇത് പലരും മിസ്റ്റേക്ക് വരുത്തിയത് വി ഡിഡിൻറ്റ് ഹാവ് ടു ബി റഷ് എന്നാ. അത് പറയാൻ കാരണം റഷ് എന്നുള്ളത് ചിലപ്പോൾ വേർബ് ആവാം, ചിലപ്പോൾ ഒരു അവസ്ഥയാവാം അല്ലേ? പക്ഷെ റഷ് എന്നുള്ളത് അവസ്ഥയല്ല, റഷ്ഡ് എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ വി ഡിഡിൻറ്റ് ഹാവ് ടു ബി റഷ്ഡ് എന്ന് പറയാം. പക്ഷെ അതിൻ്റെ അർത്ഥം വേറെയാണ്. നമ്മളെ ആരോ റഷ് ചെയ്യിപ്പിച്ചു, നമ്മളെ റഷ് ചെയ്യിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള അർത്ഥമാണ് വി ഡിഡിൻറ്റ് ഹാവ് ടു ബി റഷ്ഡ്. ടു ബി റഷ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മളെ ആരോ റഷ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആരോ നമ്മളെ റഷ് ചെയ്യിപ്പിക്കേണ്ടിയിരുന്നില്ല. വി ഡിഡിൻറ്റ് ഹാവ് ടു ബി റഷ്ഡ്. അതല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ റഷ് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോൾ വി ഡിഡിൻറ്റ് ഹാവ് ടു റഷ്. വേറെ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് റെഡി ആവേണ്ടിയിരുന്നില്ല. വി ഡിഡിൻറ്റ് ഹാവ് ടു ബി റെഡി. അവസ്ഥകൾ പറയുകയാണെങ്കിൽ ബി വേണം. അത് ഞാൻ പറഞ്ഞില്ലേ, ബി എപ്പോഴും ഉപയോഗിക്കാമെന്ന്. ബി റെഡി, ബി ഹാപ്പി അല്ലേ, ബി സാഡ്. അങ്ങനെ നമ്മുടെ ഓരോ അവസ്ഥകൾ പറയുമ്പോൾ വി ഡിഡിൻറ്റ് ഹാവ് ടു ബി റെഡി. പക്ഷേ റഷ് ചെയ്യുക എന്ന് പറയുന്നത് വേർബാണ്, അതിൻ്റെ കൂടെ ബി വേണ്ട. ഓൾറെഡി ഒരു വേർബല്ലേ റഷ് എന്ന് പറയുന്നത്, പിന്നെ ഇതിന് വേറൊരു വേർബ് ബി അവിടെ. വി ഡിഡിൻറ്റ് ഹാവ് ടു ബി റഷ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥയാണ്. എഗെയിൻ ഹാപ്പി പോലത്തെ ഒരു അവസ്ഥയാണ് റഷ്ഡ് ആയിട്ടുള്ള അവസ്ഥ. നമ്മളെ ആരോ റഷ് ചെയ്യിപ്പിച്ചു. വി ഡിഡിൻറ്റ് ഹാവ് ടു ബി റഷ്ഡ്. പക്ഷേ ഇവിടെ എന്താ പറയണേ? നമ്മൾ ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോൾ വി ഡിഡിൻറ്റ് ഹാവ് ടു റഷ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഈ കോഴ്സിൻ്റെ എല്ലാ വീഡിയോയുടെ അവസാനം ഞാൻ ഇങ്ങനെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കമ്പയർ ചെയ്തിട്ട് കറക്റ്റാണോ നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.